രോമം നിറഞ്ഞ താടിയാണ് മുസ്തഫ. ചില താടികൾ നമ്മൾ ഭംഗിയായി, താടി എന്ന് പറഞ്ഞാൽ ഇപ്പം താടി ഇപ്പം പ്രത്യക്ഷത എല്ലാവർക്കും ഒരു ഭംഗിയായി തോന്നും. അതേസമയത്ത് താടിക്കൊരു ഭംഗിയുണ്ട്, താടിക്കൊരു ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾ താടി വളർത്തിയാൽ പൊതുവേ ഒരു ഭംഗിയായി തോന്നും. പക്ഷെ അതേസമയത്ത് താടി മിനഹായത്തു അതിനൊരു ഭംഗി, അതായത് മുറ്റിയ താടി, രോമം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന താടി, അതൊരു ഭംഗിയാണല്ലോ. അതിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴാണ് അത് ആസ്വദിക്കുക. ഫോട്ടോയിലെല്ലാം ഒരുപോലെ ഇരിക്കും. ഫോട്ടോയിൽ ഒരാളുടെ മുഖമൊക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷെ അടുത്തുനിന്ന് നോക്കിയാൽ പലതും അഭംഗിയായി തോന്നും. ഫോട്ടോ എല്ലാം ഉഷാറാണ്, പുതു. ഇതങ്ങനെയല്ല. ഹബീബ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം അത് മുറ്റിയ താടിയാണ്. മുറ്റിയ താടി, മുറ്റിയ താടിയാണ്. സദറുൻ മുവസ്സഅൻ, വിശാലമാക്കപ്പെട്ട നെഞ്ചാണ്. വിശാലമായ നെഞ്ച്, വിശാലമായ നെഞ്ചാണ്. നോക്കിയാൽ പിന്നെ നോക്കിപ്പോവും, പിന്നെ നോക്കിപ്പോവും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യമുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഹിജാസികൾ തന്നെയാണ്. അറബികൾ, ഹിജാസികൾ ഭയങ്കര സൗന്ദര്യം. അവരുടെ സൗന്ദര്യത്തിന് ഒത്തുക്കുന്ന സൗന്ദര്യം ലോകത്തില്ല എന്ന് തന്നെ പറയാം. ലോകത്തൊരിടത്തും ഇല്ല. ഹിജാസികളെ സൗന്ദര്യം പോലത്തെ സൗന്ദര്യം ലോകത്തില്ല. ലോകത്തെ സൗന്ദര്യം എല്ലാത്തിനും സൗന്ദര്യമാണ്. അതിലേറ്റവും വലിയ സുന്ദരനാണ് പുണ്യ റസൂൽ. അതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. വല്ലാത്തൊരു ഉദിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു കളറാണ് പുണ്യ റസൂലിൻ്റെത്. അത് അജുൽ ഐനി, കണ്ണ് അത് അജാണ്. അതായത് അതിൻ്റെ കറുപ്പ്, കൃഷ്ണമണിക്ക് കറുപ്പ് കൂടുതലും വെള്ളക്ക് വെളുപ്പ് ശക്തവുമാണ്. തസ്ദരി അതിങ്ങനെ മേലെ നിൽക്കും. ബ്യായിനി മഹ, കാട്ടുപശുവിൻ്റെ കണ്ണിനോട്. എന്തൽ ഹമീലത്തിൽ തീർത്താവും. ഹമീലത്താണ് മരക്കൂട്ടങ്ങൾക്കിടയിൽ, വിശാലമായ മരക്കൂട്ടങ്ങൾക്കിടയിൽ കാട്ടിൻ്റെ വിശാലതയിൽ തീർത്താവും. അതിങ്ങനെ സന്തോഷകരമായി മേഞ്ഞ് നടക്കുമ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട്. കണ്ണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്തക്കനുസരിച്ച് കണ്ണ് മാറും കുറയുകയൊക്കെ ചെയ്യും. മനസ്സിൻ്റെ ചിന്തകൾക്ക് വ്യത്യാസങ്ങൾക്കനുസരിച്ച് കണ്ണിന് മാറ്റം വരും. അങ്ങനെയാണ് കണ്ണിൻ്റെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഒരാൾ ആദ്യം നോക്കേണ്ടത് കണ്ണിലേക്കാണ്. അയാളുടെ ലൈഫ് മൊത്തം കണ്ണിലുണ്ടാവും. മൊത്തം ലൈഫ് കണ്ണിലുണ്ടാവും. ഞാൻ എന്തൊരു പ്രയാസം പറയുകയാണെങ്കിലും ആദ്യം നമ്മളെ കണ്ണിലേക്കാണ് നോക്കുക. പ്രയാസം കണ്ണിലുണ്ടാവും. അതിൻ്റെ അടുത്ത് വരുന്ന ആളുകളോട് തന്നെ ശരിക്കും വിവരങ്ങൾ മണിമണിയായി പറഞ്ഞു കൊടുക്കാറുണ്ട്. കണ്ണ് നോക്കിയിട്ട് റബ്ബിൻ്റെ സഹായം. ഒരാളെ ദുഃഖമുണ്ടോ, അയാൾ വളരെ സന്തോഷത്തിലാണെന്നുള്ളത് കണ്ണ് നോക്കിയാൽ അറിയാൻ കഴിയും. ഞാൻ പറയാം, കണ്ണ് നിറം ഒരു സംഭവമാണ്. കണ്ണ് മങ്ങും. മനുഷ്യൻ ദുഃഖം കൂടിയ കണ്ണ് മങ്ങും, പേടി കൂടിയ കണ്ണ് മങ്ങും. അപ്പൊ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണ് നല്ല എപ്പോഴും ഉദിച്ചു നിൽക്കാൻ ഒന്നുമില്ല, ഒരു പേടിയില്ല, ഒരു വിഷമമില്ല. ജീവിതം മുഴുവൻ റബ്ബിനെ സമർപ്പിച്ച ഒരാൾക്ക് പിന്നെ ദുഃഖം എന്നുള്ള സംഗതി ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാട്ടുപശു തന്നെ അതിൻ്റെ ആ കാടിൻ്റെ വിശാലതയിൽ അതിങ്ങനെ സന്തോഷകരമായി അതിങ്ങനെ മേഞ്ഞു നടക്കുമ്പോഴുള്ള അതിൻ്റെ കണ്ണ്. അപ്പോൾ കണ്ണ് എപ്പോഴും ഒരു കണ്ണല്ല. അതിന് തന്നെ കാട്ടുപശുവിന് തന്നെ ഇര തേടുന്ന സിംഹം പിന്നാലെ കൂടുമ്പോൾ ഈ കണ്ണ് അങ്ങനെയാവില്ല. ആ കണ്ണിന് ഭാവവ്യത്യാസം ഉണ്ടാവും. പേടി എപ്പോഴും കണ്ണിൽ വരും. അവൻ്റെ കണ്ണുണ്ടായാലും അറിയാവും കള്ളനാണ്. അങ്ങനെ അറിയില്ലേ? അതെങ്ങനെ പറയേ, അവരെ കണ്ണ് കണ്ടാലും അറിയാവും കള്ളനാണ്. അങ്ങനെ അറിയില്ലേ? അത് സത്യമാണ്. അങ്ങനെ നല്ലവരാണോ മോശപ്പെട്ടൊക്കെ കണ്ണിലുണ്ട്. നേര് പറയാനോ കളവ് പറയാനോ കണ്ണിലുണ്ടാവും. നമ്മളതിന് ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയും. പക്ഷെ ബോഡിൻ്റെ മൊത്തം ലാംഗ്വേജ് അല്ലത് കണ്ണാണ്. മുഖത്തിൻ്റെ മറ്റു ഭാവങ്ങളെക്കാൾ പ്രധാനം കണ്ണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് പറഞ്ഞാൽ അതെപ്പോഴും വിശാലവും മനോഹരവും, അതിൻ്റെ കൃഷ്ണമണിയുടെ കറുപ്പ് അതിശക്തവും വെള്ളയുടെ വെളുപ്പ് അതിശക്തവും തന്നെയാണ്. ഏത് കാട്ടുപശുവിൻ്റെ കണ്ണിനേക്കാളും അത് മുന്തി നിൽക്കും. കാരണം കാട്ടുപശുവിനും പേടിയുള്ള നേരമുണ്ട്, നബിക്ക് പേടിയുള്ള നേരെയില്ല. അല്ലേ, മനസ്സിലായ? അള്ളാഹിൻ്റെ ഹബീബിന് പേടിയുള്ള സമയമില്ല. എന്നാൽ പേടിയുള്ള സമയമേ ഉള്ളൂ. ആരും അത് അള്ളാഹിന് പേടിയാണ്. ആരും പേടിയില്ല. ഹൽക്കിനെ പേടി, സൃഷ്ടിയെ പേടിയല്ല. സൃഷ്ടിയെ പേടി റസൂലുള്ളാഹിക്കില്ല. ഒരു സൃഷ്ടിയും പേടിയില്ല.
ഇതിൽ പറയുന്നത്. ഒരു സൃഷ്ടി റസൂലുള്ളാഹിക്ക് വേണ്ടിയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി ആരാളാണ്, എന്ത് പേടിക്കാനാണ്? പേടിയേ ഇല്ല. എല്ലാവരും ഇങ്ങോട്ട് ഓടുമ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് ഓടും. ഒരു യുദ്ധക്കളത്തിൽ ജനങ്ങൾ ഓടുമ്പോൾ നബി അങ്ങോട്ട് ഓടും. അങ്ങനെയല്ലേ, എത്ര സംഭവം അങ്ങനെയല്ലേ. ഹുനൈനിൽ എല്ലാവരും ചിതറി ഓടിയപ്പോൾ നബി അങ്ങോട്ട് ഓടി. നബി യുദ്ധക്കളത്തിലെത്തിയപ്പോഴത്തിന് മറ്റുള്ളവർ പാഞ്ഞു വന്നു ചെയ്തു. കാരണം നബി എത്തിയ പിന്നെ കഴിഞ്ഞല്ലോ. ആയിരക്കണക്കിന് പട്ടാളങ്ങൾ, 12,000 വരെ അഭിപ്രായമുണ്ട്, പട്ടാളങ്ങളുടെ നടുവിൽ ശത്രു ചിതറി ഓടി. അപ്രസുള്ള അങ്ങോട്ട് ഓടി. 166 ആളുകൾ മാത്രമാണ് നബിയുടെ കൂടെ ഹുനൈനിൽ ഉറച്ചുന്നത്. ശത്രുവിടെ വളഞ്ഞു. പക്ഷെ നബിക്കപ്പോഴും ചിരിയ, ഒന്നും പറ്റില്ല. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. അല്ലാഹു തആല നബി വന്നപ്പോൾ ആരും കാണാത്ത പട്ടാളത്തെ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. കാരണം നബി ആരുടെ ആളാ? 4 ആൾക്ക് പേടിയാണ്. എന്ത് പേടി? ഒരു പേടിയില്ല, ഒരു പേടിയുമില്ല, ഒരു പേടി. പേടി എന്നത് കണ്ണിൽ പ്രത്യക്ഷവും. കാട്ടുപശുവിന് അതുണ്ടാവും, റസൂലുള്ളാഹിക്കില്ല. പിന്നെ وأزهار لوم نجاج العين تزدري بعينيمها عند الخميلات ترتع وأنجال عين أخدب الشفر واسع جبين رسول الله والخلق أوسع أزج واقنا وجه طه مدور ولحياته كثا وصدر موسع. കണ്ണ് വളരെ വിശാലവുമാണ്. കണ്ണ് വളരെ വിശാലമായ കണ്ണാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ദബു ശഫരി, പുരികം വളരെ രോമമുള്ള പുരികമാണ് പുണ്യ റസൂൽ. രോമം ഉണ്ടാകുക, പുരികത്തിൽ രോമം ഉണ്ടാവുക. പുരികത്തിൽ രോമം വേണം. പെണ്ണുങ്ങൾ അവിടെ കറുപ്പ് തേക്കും, കട്ടി കൂടാൻ വേണ്ടി, കട്ടി കൂടി അറിയിക്കാൻ വേണ്ടി. അപ്പം ദൂരം നിൽക്കുന്ന ഒരാൾ അതെല്ലാം പുരികമാണെന്ന് വിചാരിക്കും. റസൂലുള്ളാഹിക്ക് അതിൻ്റെ ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ കണ്ണിന് എന്തുണ്ട്? ശക്തമായ പുരികമുണ്ട് പുണ്യ റസൂലിന്റെ കണ്ണിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്ന് സ്ഥലത്തും അതാത് ഉണ്ടാകലാണ് അതിന്റെ ഭംഗി. മനസ്സിലായില്ല? പുരികത്തിൻ്റെ അവിടെ പുരികം ഉണ്ടാകലാണ്, മീശക്ക് മീശ ഉണ്ടാകലാണ്, താടിക്ക് താടി ഉണ്ടാകലാണ്. അതിൽ കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ല. അതെല്ലാം നിറഞ്ഞ ആളാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നിറഞ്ഞ ആളാണ്. എല്ലാം 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 നിറഞ്ഞ ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് വളരെ വിശാലമാണ്. അഹ്ദബു ശഫരി, അത് പുരികമോ രോമം നിറഞ്ഞതാണ്. വാസിഉൻ ജബീനു റസൂലില്ലാഹ്, നെറ്റിത്തടം വിശാലമാണ്, വിശാലമായ നെറ്റിത്തടം. ജബീനു അൻജലു ഐനിൻ അഹ്ദബു ശഫരി വാസിഉ ജബീനു റസൂലില്ലാഹി വൽ ഖുൽഖു ഔസഉ. വാസിഉൻ ജബീനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം വളരെ വിശാലമാണ്. എന്നാൽ വൽ ഖുൽഖു ഔസഉ, അവിടുത്തെ സ്വഭാവം അതിനേക്കാൾ വിശാലമാണ്. നെറ്റിത്തടം ഏറെ വിശാലമാണ്, എന്നാൽ സ്വഭാവം അതിനേക്കാൾ വിശാലമാണ്. അൻജലു ഐനിൻ അഹ്ദബു ശഫരി വാസിഉ ജബീനു റസൂലില്ലാഹി വൽ ഖുൽഖു ഔസഉ أزجه وأقنى وجه طه مدور ولحياته كثا وصدر موسع. سبحان الله سبحان الله سبحان الله سبحان الله. പുരികവും അടക്കമുള്ള രോമങ്ങളെല്ലാം നിറഞ്ഞ ആളാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസജ്ജാൻ, അതായത് ആ പുരിക രോമങ്ങളെല്ലാം, അതായത് മുഖത്തെ മറ്റുള്ള ഈ ഭാഗത്തൊക്കെയുള്ള രോമങ്ങൾക്കാണ് ആ പറയാം. അതെല്ലാം നല്ല നിറഞ്ഞ ആളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖ്നാം, നീണ്ട മൂക്കുമാണ്.
നീണ്ട മൂക്കാണോ? ആക്കണ നീണ്ട മൂക്ക് എന്ന് പറഞ്ഞാൽ പരിധി വിട്ട നീളല് നല്ല. അതായത് അത് ഇങ്ങനെ ഒരു വൃത്തിയായി കിടക്കലുണ്ടല്ലോ, ഒരു വൃത്തിയായി കിടക്കും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് അങ്ങനെ അഖ്ന എന്ന് പറഞ്ഞാൽ അത് നീണ്ടൊരു മൂക്കാണ്. അതായത് നീണ്ടെന്ന് പറഞ്ഞാൽ അമിതമായി നീളിച്ചയല്ല. അപ്പം മൂക്ക് ചെറുതാകുക എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരാണ്. അങ്ങനെ ഉണ്ടല്ല ചില ആളുകളൊക്കെ ചെറിയ മൂക്ക് അതിങ്ങനെ ഉതിർന്ന് കിടക്കുകയാണ്. അതിങ്ങനെ ഉതിർന്ന് കിടക്കുക. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്ക് ഇങ്ങനെ എന്ന് അസജ്ജു എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുകളിലുള്ള അവസ്ഥയാണ്. കണ്ണിന്റെ മുകളിലുള്ള അവസ്ഥ, അതായത് അതിങ്ങനെ പിന്നെ കന്നൂന് ഒരു നൂന് കിടക്കും പോലെ കണ്ണിന്റെ മുകളിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അസ്ഥി അത് വിശാലവും അതിങ്ങനെ റൗണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്റെ മുകളിലുള്ള അസ്ഥി അതിന്റെ ഭംഗിയിലാണ് കിടക്കുന്നതെന്ന് അർത്ഥം. അഖ്ന മൂക്കാകട്ടെ അത് പതിഞ്ഞ് നീണ്ടവുമാണ്. അതായത് റഹ്മായ മൂക്കല്ല, കുറച്ച് കട്ടി കൂടിയ വലിപ്പം കൂടിയ മൂക്കല്ല, ഒരു പരിധിയുള്ള മൂക്ക്. ചില ആളുകളുടെ മൂക്കിൻ്റെ ഇവിടെ അങ്ങോട്ട് തുടിച്ച് നിൽക്കും, തുറച്ച് നിൽക്കും. അങ്ങനെയല്ല, ഒരൊറ്റ ഉതിർന്ന് കിടക്കുന്ന ഒരു ഉതിർന്ന മൂക്കാണ്. നീണ്ട മൂക്ക് വളരെ ഭംഗിയുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പുരികത്തിന്റെ അസ്ഥി വളരെ ഭംഗിയിലാണ്. അസജ്ജു പുരികത്തിന്റെ അസ്ഥി വളരെ ഭംഗിയിലാണ്. അഖ്ന നീണ്ട മൂക്കുമാണ്. വജ്ഹു ത്വാഹ മുദവ്വറു ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മുദവ്വറാണ്. മുദവ്വർ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് മുഖമാണ്, ഒരു റൗണ്ടായ മുഖമാണ്. ഈ റൗണ്ട് മുഖം എന്ന് പറഞ്ഞാൽ ചില റൗണ്ട് മുഖങ്ങൾ മോശമായിരിക്കും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതായത് റൗണ്ട് മാത്രമാണെങ്കിൽ. അതേ സമയത്ത് അതിന് എന്തുണ്ട്? നീളമുണ്ട്. നീളത്തിൽ ഒരു റൗണ്ടാകുക. ചില ആളുകളുടെ തല ചെറുതാനനുസരിച്ചിട്ട് റൗണ്ട് മുഖം ഉണ്ടാവും. ആ റൗണ്ടായ മുഖമാണ്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയോ? നീണ്ട മുഖം, ഇങ്ങനെ ഒരു മുഖമല്ല. അതെപ്പോഴുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിന് വിശാലത ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ, തല കഴുത്തിൽ നിന്ന് കുറച്ച് പൊങ്ങിയേറ്റും ആണ് എങ്കിൽ പിന്നെ അവിടെ മുഖം ഇങ്ങനെ കിടക്കും. അത് ഒരു സുഖമില്ലാത്ത മുഖമാണ്. അതേസമയത്ത് ഇതൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇവിടേക്കുള്ള അകലവും കുറച്ചും കൂടി ഉണ്ട് എങ്കിൽ, മുദവ്വറാണ്, വട്ടമുഖമാണെങ്കിൽ തന്നെ ആ മുഖത്തിന് ഭംഗിയുണ്ടാവും. അതായത് മെലിഞ്ഞ് നീണ്ട മുഖം ഭംഗിയില്ലാത്തതാണ്. തലക്ക് വലിപ്പം ഇല്ലെങ്കിൽ വട്ടമുഖം അഭംഗിയാണ്. തലക്ക് വലിപ്പമുണ്ടെങ്കിൽ വട്ടമുഖം ഭംഗിയാണ്. തിരിഞ്ഞിട്ടില്ല. അതായത് ഹബീബ റസൂലുള്ളാഹിയുടെ ശൈലിന്റെ അവസ്ഥ നിങ്ങൾ വളരെ ചിന്തിക്കണം. അതായത് 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ ആളാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം റാഹത്താണ്, എല്ലാം വളരെ ഭംഗിയിലാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വലിപ്പമുള്ള മുഖമാണ്, തലയാണ്, അതിനെല്ലാം ഒത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും വലിപ്പമുണ്ട്. അപ്പോൾ പിന്നെ അതിനുള്ളിലുള്ള ഒരു വട്ടമുഖമുണ്ട്. ആ വട്ടമുഖം ഭംഗിയായിരിക്കും. തല വലിപ്പമില്ലെങ്കിൽ വട്ടമുഖം അഭംഗിയായിരിക്കും. തല നീളമുണ്ട്, വീതിയില്ലെങ്കിൽ വട്ടമുഖം ഉണ്ടാവില്ല, നീണ്ട മുഖമായിരിക്കും, അത് അഭംഗിയായിരിക്കും. സൗന്ദര്യം അതും കുറെ പഠിക്കാണ്ട്. സൗന്ദര്യം എന്നുള്ളത് പഠിക്കാണ്ട് സാധനം നല്ലോണം പഠിക്കണം. സൗന്ദര്യം ഒരു പഠിപ്പുണ്ട്. പ്രത്യക്ഷത്തിൽ ഒന്ന് ചൊറുക്കാൻ തോന്നും, പക്ഷെ കുറച്ചേ ഞാൻ ചൊറുക്കില്ല എന്ന് തോന്നും. എന്തും നമുക്ക് കാണുമ്പോൾ ചുരുക്കും, പക്ഷെ പിന്നെ മനസ്സിലാവത് ചുരുക്കല്ല.
ചുരുക്കിന് തന്നെ വ്യത്യാസങ്ങൾ വരും, ഓരോ കാലത്തിന് ചുരുക്കിന് വ്യത്യാസം വരും, ഇതിലൊക്കെ മനുഷ്യ വ്യത്യാസം വരും. ഉദാഹരണം ഇതാപ്പി പറഞ്ഞത്, അതായത് തല വലുതാവുക എന്ന് പറഞ്ഞാൽ പരിചുട്ടല്ല. ഉടലില്ലാതെ തല വലുതായാൽ അഭംഗിയാണ്, ഉടലുമുണ്ട് തല ഭംഗിയായാൽ അത് ഭംഗിയാണ്. അപ്പോൾ തന്നെ വലുതാവൽ എന്ന് പറഞ്ഞാൽ നീണ്ടു വലുതാവലല്ല, ഒത്ത നിലക്ക് വലുതാവൽ. ഇവിടുന്ന് ഇങ്ങോട്ടും വലിപ്പുണ്ടാവുക. ഇവിടുന്ന് ഇങ്ങോട്ട് വലിപ്പമുണ്ട്, പക്ഷെ അതേസമയം ഇവിടുന്ന് വലിപ്പമില്ലെങ്കിൽ നീണ്ട തലയാണ്, അത് രസമല്ല, ഭംഗിയില്ല. തല തീരെ വലിപ്പമില്ല, പിന്നെ തല വലിപ്പമില്ല, തല ചെറുതാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് നീളുണ്ട്, കുറച്ച് വീതിയുണ്ട് എങ്കിൽ അതും അഭംഗിയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? തല വലുതാകാത്ത വട്ടമുഖം അഭംഗിയാണ്, തല നീണ്ട അവസ്ഥയിൽ ഉള്ള അവസ്ഥ അതും അഭംഗിയാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് വീതി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതെല്ലാം നിറഞ്ഞതാണ്, എല്ലാം നിറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബിന് ഇനി വലുതാകാത്ത ഒന്നുമില്ല, എല്ലാം. അതായത് അതിന്റെ ഭംഗിയിൽ നേരത്തെ രണ്ടാം വരിയിൽ പറഞ്ഞ അഹ്ദബു ഷെഫിരി എന്ന് പറഞ്ഞാൽ അത് പുരികത്തിലെ രോമമാണ് ശക്തി. എന്നാൽ അസജ്ജു എന്ന വാക്കിന്റെ അർത്ഥം പുരികം തന്നെയാണ്. ആ പുരികത്തിന്റെ ആ എല്ല് മനോഹരമായി സംവിധാനിക്കപ്പെട്ടതാണ്. ആ അസ്ഥി, ആ പുരികത്തിന്റെ ആ പലക, അതിങ്ങനെ വില്ല് പോലെ കിടക്കും. അതായത് ഒരല്പം ഇങ്ങനെ വളഞ്ഞിങ്ങനെ അങ്ങോട്ട്, അങ്ങനെയാണ്. അക്നാന നീണ്ട മൂക്കാണ്. വജുഹു ത്വാഹ, മുസ്തഫ റസൂലുള്ളാഹിന്റെ മൂക്ക് മുദവ്വറാണ്, അതായത് ഒരു വട്ടമുഖമാണ്, ഭംഗിയുള്ള വട്ടമുഖം. വലിയഹ്യത്തുഹു, അവിടുത്തെ താടിയാകട്ടെ കസൻ, രോമത്താൽ നിറഞ്ഞതാണ്, രോമം നിറഞ്ഞ താടി, രോമം നിറഞ്ഞ താടിയാണ് മുസ്തഫ. ചില താടികൾ നമ്മൾ ഭംഗിയായി, താടി എന്ന് പറഞ്ഞാൽ ഇപ്പം താടി ഇപ്പം പ്രത്യക്ഷത എല്ലാവർക്കും ഒരു ഭംഗിയായി തോന്നും. അതേസമയത്ത് താടിക്കൊരു ഭംഗിയുണ്ട്, താടിക്കൊരു ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾ താടി വളർത്തിയാൽ പൊതുവെ ഒരു ഭംഗിയായി തോന്നും, പക്ഷെ അതേസമയത്ത് താടി മിനഹൈത്തു എന്നഹു ലിഹ്യതുഹു, അതിനൊരു ഭംഗി. അതായത് മുറ്റിയ താടി, രോമം ഇങ്ങനെ മുറ്റി നിൽക്കുന്ന താടി, അതൊരു ഭംഗിയാണല്ലോ. അതിങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴാണ് അത് ആസ്വദിക്കുക. ഫോട്ടോയിലെല്ലാം ഒരുപോലെ ഇരിക്കും. ഫോട്ടോയിൽ ഒരാളുടെ മുഖമൊക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷെ അടുത്തുനിന്ന് നോക്കിയാൽ പലതും അഭംഗിയായി തോന്നും. ഫോട്ടോ എല്ലാം ഉഷാറാണ്, ഇതങ്ങനെയല്ല. ഹബീബ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെല്ലാം അത് മുറ്റിയ താടിയാണ്, മുറ്റിയ താടിയാണ്. വസദറുൻ മുവസ്സഅൻ, വിശാലമാക്കപ്പെട്ട നെഞ്ചാണ്, വിശാലമായ നെഞ്ചാണ്. നോക്കിയാൽ പിന്നെ നോക്കിപ്പോവും, പിന്നെ നോക്കിപ്പോവും. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം മനുഷ്യനാണ്. മനുഷ്യനത്തെ സൗന്ദര്യമുള്ള ഒരാൾ സാധനമല്ല. നിങ്ങൾ ഏത് പാരീസിൽ പോയിക്കൂടി, അവിടുന്ന് ഒരു സുന്ദരനായ മനുഷ്യനെ കണ്ടാൽ നിങ്ങളത് മറക്കൂല. പാരീസ് പട്ടണങ്ങൾ മറക്കും, ഇത് മറക്കൂല. നിങ്ങൾ ഊട്ടി പോയിക്കോളി, ഫ്ലവർ ഷോ കണ്ട് നടക്കുന്നതിനിടയിൽ ഒരു സുന്ദരനായ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ മറക്കൂല. ഫ്ലവർ ഷോ മറക്കും, ഇത് മറക്കൂല. സത്യം. ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് സുന്ദരന്മാരെ കാണുന്നത്. ചില സൗന്ദര്യമുള്ള മനുഷ്യന്മാരെ നമ്മൾ മറക്കേയില്ല. മനുഷ്യനെ സൗന്ദര്യം മറക്കൂല. ഈ ലോകത്ത് എന്തുങ്ങൾ മറക്കും, മനുഷ്യൻ സൗന്ദര്യം മറക്കുകയില്ല. കാരണം അത് ഹൃദയത്തിൽ അങ്ങോട്ട് പറ്റും. എന്തുകൊണ്ട്? സൗന്ദര്യം നിങ്ങളും കുതിക്കണതാണ്. നിങ്ങളെ ഉപബോധ മനസ്സിൽ ഇത് ക്യാച്ച് ചെയ്യും, ഒരിക്കലും മറക്കൂല. അതെ എല്ലാം ഉണ്ടാവും. ഒരു പുഷ്പം നിങ്ങൾ കണ്ടാൽ ആ പുഷ്പത്തെ നിങ്ങൾ ആസ്വദിക്കും, അത്രയേ ഉള്ളൂ. അതേസമയത്ത് മുഖം കണ്ടാൽ ആ മുഖത്തെ നിങ്ങൾ ആസ്വദിക്കലല്ല, അത് നിങ്ങളെ മനസ്സ് ക്യാച്ച് ചെയ്യും. കാരണം അത് നിങ്ങളാകേണ്ടതാണ്. പുഷ്പങ്ങളാവൂലല്ലോ, ഊട്ടി പട്ടണങ്ങളാവൂല, പാരീസ് പട്ടണങ്ങളാവൂല. പക്ഷെ സുന്ദരൻ നിങ്ങളാകാൻ കൊതിക്കുന്നതാണ്, നിങ്ങൾക്ക് ആകാവുന്നതാണ്. പക്ഷെ അപ്പം നിങ്ങളാകാൻ കൊതിക്കുന്നതാണ്. ഒരു പാട്ട് കേട്ടാൽ നിങ്ങളത് ഇഷ്ടപ്പെടും, നിങ്ങളും പാടും. നിങ്ങൾ പാടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നിങ്ങൾ പാടും. എന്തുകൊണ്ട്? അത് നിങ്ങൾ കൊതിക്കുന്നതാണ്, നിങ്ങൾ മനസ്സ് ക്യാച്ച് ചെയ്യും. ഏത് യേശുദാസിനെ പോലെയും നിങ്ങൾക്ക് പാടാൻ കൊതിയുണ്ടാവും.
ഒരാൾ മഴ പെയ്യുമ്പോൾ പാട്ട് പാടിയാൽ അത് യേശുദാസിനെ പോലെ തന്നെയായിരിക്കും. ഒരാൾ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് അങ്ങനെ പാടണമെങ്കിൽ മഴ പെയ്യുന്ന നേരത്ത് പാടിയാൽ മതി. മഴയിലെ പാട്ട് അത് തന്നെയായിരിക്കും. അതായത് ഞാൻ അനുഭവിക്കും. അപ്പം എനിക്ക് യേശുദാസാന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ചിന്തിക്കണം. മനുഷ്യന്മാരെപ്പോഴും ചിന്തിക്കണം. ഓരോന്നും ഇതിനൊക്കെ സൗന്ദര്യം മനുഷ്യൻ ആഗ്രഹിക്കണം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا. മനുഷ്യനൊക്കെ കുതിക്കുമല്ലോ. അപ്പം എന്താ പറഞ്ഞ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസജ്ജു വഖവാ വഖനാ വജ്ഹു ത്വാഹ മുദവ്വറു വലഹിയതുഹു കസ്സൻ വസദ്റുൻ മുവസ്സഉ. നല്ല മുറ്റിയ താടിയാണ്. സദ്റുൻ മുവസ്സഉൻ, വിശാലമാക്കപ്പെട്ട നെഞ്ചാണ്. നല്ല വീതിയുള്ള നെഞ്ചാണ് പുണ്യ റസൂലുള്ളാഹിന്റെ. കണ്ട കൊതിച്ചു, പിന്നെയും കൊതിച്ചു, പിന്നെയും കാണാൻ കൊതിച്ചു, പിന്നെയും കൊതിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅതാലഹുൽ ജമാല കുല്ലഹു വഅഅതാ ലിയൂസുഫ നിസ്ഫൽ ജമാലി വഅഅതാ ലിന്നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഅൽ ജമാലി വൽ കമാൽ. എല്ലാം നിറച്ചൻ കൊടുത്ത ആളാണ് ഹബീബ നബി. അതുകൊണ്ടാണ് ഒരു പെണ്ണ് നബിയുടെ അടുത്തേക്ക് ചാടാതിരുന്നത്. പൂർണ്ണതൃപ്തിയോടെ ചാടാൻ കഴിയില്ല. അവിടെ അവർക്ക് നമ്മളെത്തൊക്കെ പിഴവ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണൊരാളെ മേലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അയാളെ മാത്രമാണോ? അല്ല, അയാൾ മാത്രത്തിൻ്റെ കമ്മിയാണ്. അള്ളാഹു റസൂലിന്റെ മേലെ ഒരു പെണ്ണ് ചാടിയില്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരന്റെ മേലെ പെണ്ണ്. എന്തുകൊണ്ട് വേർക്കും? ഒളിഞ്ഞു നോക്കാനൊക്കെ ഉള്ളൂ, ചാടാൻ കഴിയില്ല. ഒളിഞ്ഞു നോക്കും, ചാടാൻ പറ്റില്ല. യൂസുഫ് നബിയുടെ പിന്നാലെ കൂടിയ യൂസുഫ് നബിയുടെ വലിപ്പത്തരല്ല, ചെറുപ്പത്തര. മനസ്സിലായില്ല. എന്തേ അള്ളാഹു റസൂൽ ഈ മക്ക അങ്ങാടി കൂടി ഈ വ്യഭിചാരി പെണ്ണുങ്ങളും ഇവരും തമ്മാടിച്ചു ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മേൽ ചാടാത്ത എന്തേ? ചാടാൻ കഴിയില്ല. അതായത് ഉള്ളിൽ പേടിണ്ടാവും. അവിടെയാണ് കമാൽ. ജമാലിൽ കമാലില്ലെങ്കിൽ ജമാലിനൊരു വില ഉണ്ടാവില്ല. ജമാലിൽ കമാലുമാണ്. ഇത് രണ്ടും ഉണ്ട്. ജമാലും കമാലും തമ്മിൽ ഒട്ടിക്കിടക്കുക. കമാലിൽ ജമാലും വേണം, ജമാലിൽ കമാലും വേണം. അവരെ കൊണ്ട് ഫിത്നനുണ്ടാവില്ല, ഉള്ളിങ്ങനെ വറക്കും. ജമാലിൽ കമാലുണ്ടെങ്കിൽ ആ മനുഷ്യനെ നോക്കാൻ പേടിയാവും. എൻ്റെ രണ്ട് കണ്ണും റസൂലുള്ളാഹിന്റെ നോക്കിയിട്ട് നിറഞ്ഞിട്ടില്ല എന്ന് അനസ് പറഞ്ഞില്ലേ. 10 കൊല്ലം രാവുമ്പോൾ ഒപ്പം നടന്നിട്ട് നോക്കാൻ കഴിയൂല, നോക്കാൻ കഴിയൂല. ആണുങ്ങൾ നോക്കിയില്ല, പിന്നീട് പെണ്ണുങ്ങൾ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്. വലക്കത് ഹമ്മത്ത് ബിഹി. എന്തേ അങ്ങനെ വാക്ക് റസൂലുള്ളാഹിനെ പറ്റില്ലാത്ത? എൻ്റെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുള്ളൂ, അല്ലാതെ വ്യഭിചാരത്തിന് ആഗ്രഹിക്കൂല. എന്തുകൊണ്ട്? പേടിച്ച് ജീവൻ പോവും മുഖത്തേക്ക് നോക്കിയാല്. അത് ജമാലിന്റെ കമാല. എന്നാലോ ജമാല് എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി ഒന്നല്ല, പക്ഷെ ഇത് കമാലാണ്. പഠിക്കാത്തത് കൊണ്ടാണ്. ജമാലിൽ കമാലുണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണത. നമ്മളിപ്പോൾ സങ്കല്പിക്കുന്നത് സ്ത്രീകൾക്കല്ലേ. സ്ത്രീകൾക്ക് നമ്മൾ സൗന്ദര്യം ഇല്ലാത്ത വിഭാഗം സ്ത്രീകൾ. നമ്മൾ അന്തംഗമ്യളായതുകൊണ്ടാണ് നമുക്ക് പെണ്ണുങ്ങൾ ഭംഗിയായി തോന്നുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരന്മാരാരാ? പുരുഷന്മാരാ. അത് ഉറപ്പാണ്. പുരുഷ സൗന്ദര്യത്തിൻ്റെ അത്ര ഒരു 10% സ്ത്രീകൾക്കില്ല. എന്തുകൊണ്ട്? ജമാലിന്റെ കമാലാണ്. പുരുഷ സൗന്ദര്യത്തിന്റെ 10% പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല. പുരുഷൻ എന്തുണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ 10% ഈ ഭൂഗോളത്തിൻ്റെ ആണിനുണ്ടാവില്ല, പെണ്ണിനുണ്ടാവില്ല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച എന്താ മറ്റേ ഈ ജിമ്മിൻ്റെ അവിടെ അതിനിങ്ങനെ കാട്ടിക്കേണ്ട ആവശ്യമില്ല. മസിൽ പിടിച്ചാണ്ട് ഒരു 5 മിനിറ്റ് ശ്വാസം പിടിച്ചാണ് ഫോട്ടോഗ്രാഫറോട് പറയണ്ടാവും മേൽക്ക്. കാരണം അങ്ങനെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയൂല. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിൽ കമാലിയത്തുണ്ടാവണം. ആ കമാലിയത്തുണ്ടാകിൽ സ്വർഗം അങ്ങനെയല്ലേ. സ്വർഗത്തിൽ ഏറ്റവും സുന്ദരമായ പെണ്ണിന് 1% ഉണ്ടാവില്ല ആണിൻ്റെ. എവിടെ? സ്വർഗത്തിൽ ഏറ്റവും സൗന്ദര്യം വെളിവാകും.
പുരുഷന്റെ സൗന്ദര്യം വെളിവാകുന്ന സ്ഥലമാണ് ഏത്? സ്വർഗം. 1% സൗന്ദര്യം ഉണ്ടാവും. എന്നാൽ അവർ ദുനിയാവിനേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടി സൗന്ദര്യമുള്ളവരായിരിക്കും സ്വർഗത്തിലെ പെണ്ണുങ്ങൾ. പക്ഷെ അവർക്ക് ആണുങ്ങളെ സൗന്ദര്യം വെളിവാവും. സൗന്ദര്യം എപ്പോഴും ആർക്കാണ്? ആണിനാ. പക്ഷെ അവർക്ക് എന്ത് വേണം? കമാലിയത്ത് വേണം. അതാണ് അമ്പിയാക്കൾ. അമ്പിയാക്കൾക്ക് ജമാലിൽ കമാലാണ്. അതിലേറ്റവും അക്മലാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാലിൽ കമാലാണ്. അവനെ ഒരാൾ മുന്നിക്ക് ചാടൂല, ഒരാൾ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കൂല. അള്ളാഹു നമ്മുടെ തമ്മാടിത്തരത്തിനോട് കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ടത് കമാലിയത്താണ്. അത് കൊതി വരെ വരില്ല, പേടിച്ചിട്ട് ഉള്ളു കഴിഞ്ഞു. അതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. നോക്ക് അങ്ങനെ സുൽത്താനെ പഠിക്കണം. നിങ്ങൾ വിചാരിക്കും ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ യൂസുഫ് നബി. നമുക്ക് സൗന്ദര്യത്തിന്റെ വില അറിയാത്തോണ്ട്. ലോകത്തെ ഒരിക്കൽ നിസ്ഫുൽ ജമാലി ആർക്കുള്ളൂ? യൂസുഫിനുള്ളൂ. വഅത്തല്ലാഹു സുബ്ഹാനഹു വതആല ലിന്നബിയിൽ മുസ്തഫ അൽ ജമാലിൽ കമാൽ. ജമാലിന്റെ കമാൽ അവിടുത്തെ കമാലിന്റെ ജമാലാണ്, പൂർണ്ണതയുടെ സൗന്ദര്യമാണ്. അതുകൊണ്ട് ഒരു ഫിത്തനോട് ഉണ്ടാവില്ല. യൂസുഫ് നബിയെ കൊണ്ട് ഫിത്തന ഉണ്ടായത് ജമാലിൽ കമാലില്ലാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനെ കൊണ്ട് നാട്ടിലുള്ള ഒരു ഫിത്തന ഉണ്ടാക്കുകയാണെങ്കിൽ അത് കമാലല്ലല്ലോ, അത് കമ്മിയല്ലേ? ആ മനുഷ്യനെ കൊണ്ട് നാടാകെ പോയി തീരുമാനിച്ച അപ്പൊ ജയിലിൽ പോകേണ്ടി വന്നു. കാരണം പുറത്തിറങ്ങിയ ആൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾ പിന്നാലെ കൂടെയാണ്. അത് ആ മനുഷ്യരെ കൊണ്ട് ഫിത്തന ഉണ്ടാക്കുകയല്ലേ? നിങ്ങളെ കൊണ്ട് നാട്ടിൽ ഫിത്തന ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ പൂർണ്ണതയല്ലേ? ഇത് അപൂർണതയല്ലേ? എന്നാലോ ഇത് സൗന്ദര്യത്തിന് നിറകുടവാണ് ഹബീബ റസൂലുള്ളാഹി. പക്ഷെ അതിൽ ഹൈബത്തുണ്ട്. ഹൈബത്ത് വേറൊരു വിഷയമാണ്. പുരുഷ സൗന്ദര്യത്തിൽ ഹൈബത്തുണ്ടാവണം. ഹൈബത്ത് ചേരുമ്പോഴാണ് ഈ ഹൈബത്ത് ആർക്കുണ്ടാവില്ല? പെണ്ണിനുണ്ടാവില്ല. പെണ്ണിന് ഹൈബത്തുണ്ടായാൽ ഓൾ പെണ്ണുമല്ല, അത് പുരുഷ സ്വഭാവമാണ്. ഹൈബത്ത് അതായത് കാണുമ്പോൾ ഉണ്ടാവും ഗാംഭീര്യം. പെണ്ണിന് ഗാംഭീര്യം എന്ന സാധനം ഉണ്ടാവില്ല. പെണ്ണിന് ഗാംഭീര്യം ഉണ്ടെങ്കിൽ ഉള്ള ആണാണ്. ആണിന്റെ ഭംഗി രോമാണ്, പെണ്ണിന്റെ അഭംഗി രോമാണ്. തിരിഞ്ഞില്ല. ആണിന് രോമം ഉണ്ടാകലാണ് ഭംഗി, പെണ്ണിന് രോമം ഉണ്ടാകൽ അഭംഗിയാണ്. പെണ്ണിന് മീശ മുളച്ചാൽ അത് അഭംഗിയാണ്, പെണ്ണിന് താടി മുളച്ചാൽ അത് അഭംഗിയാണ്. പുരുഷന് താടി മുളച്ചിട്ടില്ലെങ്കിലും മീശ മുളച്ചിട്ടില്ലെങ്കിലും അരക്കായി പോകാൻ പറ്റൂല. സത്യമല്ല? ചിന്തിക്ക്. പഠിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ പഠിക്കണം. പഠിക്കാതെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നല്ല കാര്യം. നമുക്കന്തല്ല. അതായത് നെഞ്ചിൽ രോമം ഉണ്ടാകുക ഭംഗിയാണ്, പുരുഷന്റെ ഭംഗിയാണ്, പെണ്ണിന് ഭംഗിയാണ്. കയ്യിന് കാലിന് ഒക്കെ രോമം ഉണ്ടാവുക, വെളിവായ രോമം ഉണ്ടാകുക പുരുഷന് ഭംഗിയാണ്, പെണ്ണിന് ഭംഗിയാണ്. താടി ഉണ്ടാകുക, മീശ ഉണ്ടാകുക പുരുഷന് ഭംഗിയാണ്, പൗരുഷത്തിന്റെ പ്രതീകമാണത്. അതായത് പെണ്ണിന് മോശമാണ്. മുഖത്തേക്ക് നോക്കുമ്പോൾ പേടിയാകുക. പുരുഷന്റെ ഭംഗിയാണ്, പെണ്ണിന് അത് ഭംഗിയാണ്. പുരുഷന്മാരോട് മുണ്ടിട്ടിടക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ. പുരുഷനായ ഓൻ അങ്ങനെ ഒരാൾ നോക്കൂല. പെണ്ണായ ഓളെ എല്ലാവരും നോക്കും. അപ്പോൾ മുണ്ടിട്ടിടക്കണം. ആണ് പെണ്ണിനെ നോക്കലും പെണ്ണാണ് നോക്കലും അറാമല്ലേ? എന്നിട്ട് ആണിന് മുണ്ടിടാൻ പറയുന്നേ. അന്തത്തിൽ ചിന്തിക്ക്. അല്ല, അർത്ഥത്തില്ലേ? മുസ്ലിയരോട് ആരോ ചോദിച്ചു, പെണ്ണുങ്ങൾ പഞ്ചായത്ത് ബോർഡിലേക്ക് മത്സരിക്കണം ഹറാമല്ലേ? പുരുഷന്മാര് ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ മത്സരിക്കണോ? ഹറാമാണ്. എന്ത് ചോദിച്ചു? അല്ല, എന്താണെങ്കിലും ഒരു പെണ്ണല്ലെങ്കിൽ ഒരു പെണ്ണ് ഇത്ര ശതമാനം പഞ്ചായത്ത് ബോർഡിൽ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ. ഓലെ ആണുങ്ങളെ കാണുക എന്നുള്ളതാണ് ഹറാമെങ്കിൽ ഇവിടെ കുത്തുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണുമല്ലോ. മനസ്സിലാവേണ്ട പറഞ്ഞു. പെണ്ണുങ്ങൾ അല്ലാതെ വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങളോട് മുണ്ടിടാൻ പറഞ്ഞു. എന്തുകൊണ്ട്? പെണ്ണിനെ നോക്കിപ്പോവും. ആണിനെയോ
ആണാണെങ്കിൽ ആരും നോക്കൂല. നോക്കേ അങ്ങോട്ട് പോകാൻ പേടിയാവില്ല. പെണ്ണായ നോക്കിപ്പോകും. പെണ്ണിന് ഈ സൗന്ദര്യം ആരെയും കൊതിപ്പിക്കുന്ന, ആരും പിന്നെയും നോക്കുന്ന, അതാണ് എന്ത് പെണ്ണിന്റെ ഗുണം. ആണിന്റെ പൂർണ്ണത അങ്ങനെയല്ല. ആണിന്റെ പൂർണ്ണത ജമാലിൽ ഹൈബത്തും കൂടി അതിന്റെ കമാലിയത്താണ്, ഗാംഭീര്യം. എന്നാലോ സൗന്ദര്യം മറക്കൂല, മുഖം കൊതിച്ചോ, പക്ഷെ അടുത്തെത്തിയാലോ അവിടെ നോക്കാൻ കഴിയില്ല. അതാണ് ആണിന്റെ പുരുഷ സൗന്ദര്യത്തിന്റെ അതാണ് ഹബീബ റസൂലുള്ളാഹ്. അപ്പൊ ആ വ്യക്തിയെ കൊണ്ട് നാട്ടിൽ വിത്തരം ഉണ്ടാവില്ല. ഒരു 4-5 പെണ്ണുങ്ങളെ കയ്യിൽ ഒരു പഴവും കത്തിയും കൊടുത്തിട്ട് ആ പെണ്ണുങ്ങളോട് ഒന്ന് ഇറങ്ങി ചെല്ല് എന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബത്തുൽ ബൈത്ത് ആ വീട്ടുകാർ പറഞ്ഞപ്പോൾ, അവരടിക്ക് ഇറങ്ങിപ്പോന്നപ്പോൾ അവരെന്ത് ചെയ്തു? ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? കയ്യെ ചെത്തി, മഹാദാ ബഷറ ഇൻ ഹാദാ ഇല്ല മലക്കും കരീം എന്ന് പറഞ്ഞു. ഇതൊരു ബഹുമാനിയായ മലക്കാണ്, ഇത് മനുഷ്യനേ അല്ല എന്ന് പറഞ്ഞു. ആ പെണ്ണുങ്ങൾ ആ സൗന്ദര്യം നോക്കിയിട്ട് മതിമറന്നു. മക്കാങ്ങാടി കൂടി 40 വരെ നടന്നിട്ടും ഹബീബ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വരാൻ നോക്കിയിട്ട് ആരും കയ്യും പേരിലും ചെത്തിയിട്ടില്ല. എന്തുകൊണ്ട്? പറഞ്ഞ നോക്കാൻ അങ്ങനെ കഴിയൂല. നുബുവത്തിന് മുമ്പേ അങ്ങനെ, നുബുവത്ത് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിന്റെ സമ്പൂർണ്ണതയാണ്. അതായത് അള്ളാഹു തആല പൂർണ്ണതയുടെ സൗന്ദര്യം ആർക്ക് കൊടുത്തിട്ടില്ല? യൂസുഫ് നബിക്ക് കൊടുത്തിട്ടില്ല. പൂർണ്ണതയുടെ സൗന്ദര്യം കൊടുത്തത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ